എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടവടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ് നയനയെ കാണാനായിട്ട് വരുവാണ്. പിന്നീട് നയനയോട് പറയണം, മലയ്ക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, മോനെ മലയ്ക്ക് പോയിട്ട് വാ, ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാമ്മേ, മലയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് എന്റെ വിശ്വാസം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വിഷമങ്ങളും വേദനകളും എല്ലാം കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ സ്വാമി കാത്തോളൂന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദനും അങ്ങോട്ട് വന്നു. പിന്നീട് കുറച്ച് സമയം കൂടെ നയനയോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ ഇനി ഇപ്പൊ അനിയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ തന്നെ ആകെപ്പാടെ പ്രശ്നം അറിയാലോ. അത് പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നിന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അങ്ങനെയാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ. അനി ഇപ്പൊ ഇനി ഇങ്ങോട്ട് വരുവാന്നും പറഞ്ഞുകൊണ്ട് അനാമിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അല്ല, അനാമിക വല്ല പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കാം. അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയണേ. വീട്ടിലേക്ക് പോയോ? അതെ, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും ആദർശേട്ടാ, പിണങ്ങി പോയതാണെങ്കിൽ അവളിനി മടങ്ങി വരുമെന്ന് ചോദിക്കാം. മടങ്ങി വരുവാണെ വരട്ടെ, ഇനിയിപ്പൊ കൂടുതലൊന്നും നോക്കുന്നില്ല. കാരണം കൂടുതൽ അവളെ അങ്ങോട്ട് താങ്ങി നിന്ന് കഴിയുമ്പോഴാണ് അവൾക്ക് അഹങ്കാരം കൂടുന്നത്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശി ഒന്നും പറയാനും പോയിട്ടില്ല. അവൾ അവളുടെ ഇഷ്ടപ്പെടി അങ്ങോട്ട് പോവാണെ പോട്ടെ, ഇനിയിപ്പോ അവളെ വിളിക്കാനൊന്നും അനി പോകുന്ന എനിക്ക് തോന്നില്ലെന്ന് പറയാം. ആദർശേട്ടാ ഇങ്ങനെ പറയരുത്, അനിയുടെ ജീവിതമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അനിയുടെ ജീവിതം മാത്രമല്ലോ അവളുടെ ജീവിതം കൂടെയല്ലേ അവള് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. അവൾക്ക് ഇത്ര അഹങ്കാരം താത്തി വെച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമോ? അവൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവള് ഇഷ്ടപ്രകാരം പോവാണ്, അങ്ങോട്ട് പോട്ടെ, വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറയണം. പിന്നീട് മലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് ആദർശ് പോണേ. ഈ സമയം നന്ദു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നയന കനകയോട് അമ്മയൊന്ന് വിളിച്ചു നോക്കി. നന്ദു എവിടെയാണെന്ന് അറിയത്തില്ലോ. അവൾക്ക് അപ്പോഴത്തെ സങ്കടത്തിലും ദേഷ്യത്തിലും പോയതായിരിക്കും. അമ്മ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, പാവം, നല്ല വിഷമമുണ്ട് അവളുടെ മനസ്സിൽ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കനക പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ മോളെ, മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു പെറ്റമ്മയല്ലേ, അവളെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സഹിക്കുമോ? കാരണം നന്ദൂട്ടൻ അങ്ങനെ ചെയ്യില്ലെന്നറിയാം. പക്ഷെ എന്നാലും അവരൊക്കെ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പെട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു പറയാം. പിന്നെ ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, അതെ, നന്ദുവിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, പിന്നെ അവളെ കുറ്റം പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാണ്. ആ സമയത്താണ് നന്ദു അങ്ങോട്ട് കയറി വരുന്നത്. നന്ദുവിന്റെ മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ടപ്പോൾ നയന ചോദിച്ചു, എന്ത് പറ്റി മോളെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണം. അതെ നന്ദു, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അത് ആ കാര്യത്തിലൊന്നും നിനക്കൊരു വിഷമവും പേടിയും വേണ്ട, നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി ഇപ്പൊ അനി എന്താണ് ഇങ്ങോട്ട് വരാൻ പോകുന്നൊന്നുമില്ല, ആദർശനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇനിയിപ്പൊ ഇങ്ങനെ പിണങ്ങി പോകുമൊന്നും വേണ്ടെന്ന് പറയാണ്. നന്ദു ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല, മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം അനാമികയാണെങ്കിൽ ഒരു ടാക്സി ഒക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പോകുന്ന വഴിക്കില്ല അനാമികയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം നിറഞ്ഞു പൊങ്ങുമായിരുന്നു. അവളാ നന്ദു, അവള് കാരണമാണ് തന്റെ ജീവിതം ഈ പരുവായിട്ടിരിക്കുന്നത്, അവളെ താൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ കരുതി അങ്ങോട്ട് എരച്ചു കിട്ടി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും വേണു രേവതിയും കൂടെ ഇറങ്ങി വന്നു. ആഹാ, ഇതെന്താ തന്നെയാണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അനാമി പറഞ്ഞു, പിന്നെ തന്നെയാണെന്നല്ല, എല്ലാരും കൂടെ കൂട്ടി ഞാനും കൂടെ വരാനെന്നൊക്കെ പറയാം. എന്തു പറ്റി മോളെ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കും. വല്ലാതിരിക്കുന്ന എന്താന്നോ, അവളുണ്ടല്ലോ ആ നന്ദു, അവൾ എന്നെ അടിച്ചെന്ന് പറയണ. അടിച്ചോ? എന്തിന്? അടിച്ച എന്തിനാന്നോ, എന്റെ ഭർത്താവ് അവളുടെ വീട്ടിലേക്ക് ചെന്നു, അപ്പൊ ഞാനത് ചോദിക്കാൻ ചെന്ന് ഇപ്പൊ അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിൽ എന്റെ കർണത്ത് തല്ലിന്ന് പറയാ. തല്ലിയോ മാത്രമല്ല, അവൾ അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വേണു ചോദിച്ചു, അവൾ അടിച്ചെന്നോ, നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിക്കുക. പിന്നെ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് പറയുവാണ്. അവനെ ഫോളോ ചെയ്ത് പോയത് അനിയെ, താനുണ്ടായിരുന്നു തൻ്റെ കൂടെ, അപ്പച്ചി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അവൾക്കിട്ട് കൊടുക്കണമായിരുന്നു. അല്ല മോൾ എന്താ ഒന്നും മിണ്ടായിരുന്നേ, അല്ല ഈ പറയുന്ന ജലജയും ജാനകിയൊന്നും മിണ്ടിയില്ലെന്ന് ചോദിക്കാം. പിന്നെ അവരെന്തേലും പറഞ്ഞിട്ട് വേണം ഇനിയിപ്പൊ അവരുടെ കർണത്തും കൂടെ കൈവതിയാനായിട്ട്. അവർക്കും പേടിയാമേ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ കാണിച്ചു വിട്ടുന്ന പോലും പറയാൻ പറ്റില്ല. ആ സമയത്ത് അവൾക്ക് ഭ്രാന്തായിരുന്നു തോന്നേ. അവള് അമ്മാതിരി എന്നെ എടുത്തിട്ട് തല്ലിയെന്ന് ചോദിക്കുകയാണ്. എന്റെ മോളെ, നിനക്ക് തിരിച്ചു രണ്ടെണ്ണം കൊടുക്കാൻ മേലായിരുന്നോ? ബെസ്റ്റ്, തിരിച്ചു കൊടുക്കാനായിട്ടാ. അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യല്ലേ, 3-4 ഗുണ്ടകൾ ഒരുമിച്ച് വന്നാലും അവള് എതിരിട്ട് നേരിടുന്നവളെ അവള്, അത് ഞാൻ നേരിട്ട് കണ്ട കാര്യല്ലേ. അപ്പൊ അവളുടെ അടുത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാനൊന്ന് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവൾ എനിക്ക് 10 തരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, അങ്ങനെയാണെന്ന് കണ്ടു തന്നെ കാര്യം. അനന്തപുരിയിലുള്ളവരോട് ഇതിനെക്കുറിച്ചും ചോദിക്കണം. അതിനു മുമ്പ് ആദ്യം ആ ഗോവിന്ദന്റെ കനകയുടെ അടുത്തേക്ക് ചെല്ലണ്ടേ, അവരോട് ഇതിനെക്കുറിച്ചും ചോദിക്കണം, എന്താണെന്നറിയണമല്ലോ.
ഇനി മേലാല് എന്റെ മോളുടെ നേർക്ക് അവളുടെ കൈ പൊങ്ങരുത്, അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ശരിയാ വേണുവേട്ടാ, വേണുവേണ്ട ഇപ്പൊ തന്നെ ചെല്ലണം, ഇപ്പൊ തന്നെ ചോദിക്കണം. നമ്മൾ ചോദിക്കാതെ പറയാതെ മാറിയിരുന്ന അവരവർക്കും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന്. അത് മാത്രമല്ല അനന്തപുരി ചെന്ന് 4 വർത്താനം പറയാനുണ്ടെന്ന് പറയണം. അല്ല അവരിത് കണ്ടില്ലെന്ന് വെക്കണം. കണ്ടു, കണ്ടിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ആ നയനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയന വലിയ ഏതാണ് സംഭവം എന്നുള്ള മട്ടില്ല. അതുകൊണ്ട് എന്താ നയനെ പുകഴ്ത്തി പറഞ്ഞു. അടി കൊണ്ട ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു പറയണം. മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവരെ ആയിരുന്നില്ല ചെയ്യണ്ടേ, അവിടെ നിന്നൊരു കോള് വിളിച്ചാൽ പോരായിരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് ഓടി വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് തന്നെ അമ്മ പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലെന്ന് പറയണം. മോള് വിഷമിക്കണ്ട, ഞാൻ ആ ഗോവിന്ദനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. പിന്നീട് ഗോവിന്ദനെ കാണാനായിട്ട് ചെല്ലുവാണ് അനാമയുടെ അച്ഛന്. അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേനും ഗോവിന്ദനും കനകയൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന ഉടനെ തന്നെ ഗോവിന്ദനോട് അയാൾ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോള് ഇച്ചിരി കരാട്ട ഇതാന്നൊക്കെ പറഞ്ഞോണ്ട് അത് നാട്ടുകാരുടെ പിള്ളേരുടെ ഇത് മേക്കിട്ട് കയറി തീർക്കാൻ നോക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അല്ല ഇതെന്താ വേണു പറയണേന്ന് ചോദിക്കുക. ഒന്നും മനസ്സിലായില്ലല്ലേ? അതെ, എന്റെ അനാമിക മോളുടെ ഭർത്താവാണ് ഈ പറയുന്ന അനി. അവൻ ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ? അവൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ആ പുറകെ ചോദ്യം ചെയ്യാൻ വന്നു പറഞ്ഞോണ്ട് നിങ്ങളുടെ മാൾ എന്തിനാ എന്റെ മോളുടെ കർണത്തടിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് കനക അങ്ങോട്ട് വന്നു. കനക വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞോണ്ടാ വേണു, അല്ലെങ്കിൽ എന്റെ മോൾ അങ്ങനെ ഒരിക്കലും പ്രതികരിക്കില്ല. അത് മാത്രമല്ല എന്റെ വയ്യാത്ത മോളെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നു പറയണം. വയ്യാത്ത മോളോ? നിങ്ങളുടെ മോൾക്കതിനിപ്പോ എന്താ കുഴപ്പം? അത് പിന്നെ അവൾക്ക് ചെറിയ തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ തലകറക്കമൊക്കെ അല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. പക്ഷെ അതിന് അവൾ എന്താ ചെയ്തത്? ഒന്ന് പിടിച്ച് തള്ളിയെന്നും പറഞ്ഞോണ്ട് എന്റെ മോളെ ഇടിച്ചു കൂട്ടിയില്ലേ? ഞങ്ങൾ പോലീസ് കേസ് കൊടുക്കാൻ പോവാ, ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് ദേഷ്യം വന്നു. കനക പറഞ്ഞു, ഓ അത്രയ്ക്ക് ഇതാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കേസ് കൊടുക്കുക, ഞങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. വീട്ടിൽ കയറി വന്നിട്ട് ഇതേ മോളെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു കേസ് അങ്ങോട്ട് കൊടുക്കാം, എങ്ങനെയുണ്ട്? ആരകത്ത് പോയി കിടക്കണമെന്ന് അറിയാം, പിന്നെ മോളുടെ കണ്ടീഷൻ ഇപ്പൊ മോശമാന്നുള്ള കാര്യം അറിയാം, അതിന്റെ കാര്യങ്ങളും കൂടെ അങ്ങോട്ട് രേഖപ്പെടുത്താം. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. വേണു ആകെപ്പാടെ പെട്ടുപോയി. വേണുവിന് മനസ്സിലായി ഇവിടെ താനിപ്പോ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അകത്ത് പോകുന്ന തന്റെ മകളായിരിക്കും ഇവിടെ പിടിച്ച് തള്ളിയതിന്റെ പേരില്. അത് മാത്രല്ല ഇങ്ങോട്ട് കയറി വന്നതാണ്, ഇപ്പൊ വഴിക്ക് വെച്ചൊന്നുമല്ല. അപ്പൊ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചു കഴിയുമ്പോ പിടിച്ച് 2 തല്ലി വെച്ച് കൊടുത്താന്ന് പറഞ്ഞാൽ പോലീസുകാർക്കൊന്നും ചെയ്യാനും പറ്റില്ല. തന്റെ മോളായിരിക്കും മിക്കവാറും ഉള്ളേ പോകുന്നത്. ഈ സമയത്ത് കനക പറഞ്ഞ, എന്താ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് ഞാൻ വേണു തൽക്കാലത്തേക്ക് ഇപ്പൊ കൊടുക്കുന്നില്ല, പക്ഷെ അവളുണ്ടല്ലോ അവളോട് അടങ്ങി ഒതുങ്ങി എന്നോളം പറയണം. എന്റെ മോളുടെ ജീവിതത്തിനൊരു ബലങ്കതയായിട്ട് ഇനി അവൾ ഒരു കാരണവശാലും വന്നേക്കല്ലെന്ന് പറയണം. കനക പറഞ്ഞു, എന്റെ മോൾ അത്തക്കാരിയൊന്നുമല്ല, എന്റെ മോളെ നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തുന്നതെന്ന് പറയണം. പിന്നെ വളർത്തുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. നിങ്ങളുടെ 2 മക്കളെ അങ്ങോട്ട് കെട്ടിച്ചയച്ചു, എന്തുകൊണ്ടാ? നിങ്ങളുടെ സ്വാർത്ഥത. ആ വീട്ടിലെ പൊന്നും മണം കണ്ടിട്ട് ഇപ്പൊ 3ാമത്തെ മോളെയും കൂടെ അങ്ങോട്ട് വിടാനുള്ള പരിപാടിയല്ലേ? അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല, ഞാൻ ജീവിച്ചിരിപ്പണം നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, ഞങ്ങൾക്ക് അത്ര വലിയ മോഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ നന്ദൂട്ടൻ ഞങ്ങൾ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കണ്ടെത്തി ഞങ്ങൾ നടത്തിക്കോളാം, ആ കാര്യത്തിൽ നിങ്ങൾ വേദനിക്കേണ്ടെന്ന് പറയണം. അങ്ങനെ കുറെ സമയം കൂടെ അവിടെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് അയാൾ അങ്ങോട്ട് മടങ്ങിപ്പോണേ. ഈ സമയം മലയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ് ആദർശം, ജയനും അനി അവരെല്ലാരും കൂടെ. അങ്ങനെ അവര് മലയ്ക്ക് പോവാണ്. ഇരുമിടിക്കെട്ടൊക്കെ നിറച്ച് അവര് മലയ്ക്ക് പോവാണ്. ഈ സമയത്താണ് നബി ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നയനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നബി വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിക്കണം. കുഴപ്പമൊന്നും ഇല്ല നബിയേച്ചി. ഓ ഞാനും കൂടെ അവിടെ വേണ്ടതായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവളുടെ കർണം പോയിച്ചാൽ കൊടുത്തായിരുന്നു പറയാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാ. എന്നിട്ട് എന്താ നിനക്ക് 2 വെച്ച് കൊടുക്കാൻ മേലായിരുന്നോ? അയ്യോ നിനക്ക് മേലല്ലോ, ആ കാര്യം ഞാനും കൂടെ മറന്നുപോയി. കുഴപ്പമില്ല, അതിന് പകരം നന്ദു കൊടുത്തല്ലോ അല്ലേ? നന്ദു നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. അതല്ല ചെയ്യേണ്ടിയിരുന്നേ, അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണമായിരുന്നു, അവളെ ഇടിച്ച് ശരിയാക്കുമായിരുന്നു ചെയ്യണ്ടേ. ഞാനും കൂടെ അവിടെ വേണ്ടായിരുന്നൊക്കെ നബി പറയാണ്. നബിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് ഗോവിന്ദനും അനാമികയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അനാമയുടെ കൈയും പിടിച്ച് രേവതിയും കൂടെ വരുമ്പോഴത്തേനും മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വേണു വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ മൂർത്തി സാറേ കേൾക്കണം എന്നൊക്കെ? എന്റെ മോളുടെ കർണത്ത് ആ നന്ദു എന്ന് പറയുന്ന കർണം കൈ പതിപ്പിച്ചിട്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് അവള് തല്ലിയതല്ലോ, അങ്ങോട്ട് പോയി മേടിച്ചെടുത്തല്ല അനാമികയെന്ന് ചോദിക്കുക. എന്നാലും അതാണോ അതിന്റെ മര്യാദ? ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടതേ എന്റെ മോൾക്ക് വല്ലവരുടെ തല്ലി മേടിക്കാനൊന്നും അല്ല, ഈ വീട്ടിലെ മരുമോളായിട്ടാ ഞാൻ ഇങ്ങോട്ട് വിട്ടേന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് ദേവേനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ മരുമോളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മരുമോളായിട്ട് ഈ കുടുംബത്ത് നിൽക്കണം, അല്ലാതെ വേറൊരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവല്ല ചെയ്യണ്ടേ.
അത് പിന്നെ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിലല്ലേ മൂർത്തി സാർ ഇടപെട്ടെ, ഭർത്താവിന്റെ കാര്യത്തില്. ദേ, ഞാൻ വന്നപ്പോ തന്നെ ഇവളോട് പറയുന്ന ഇവളുടെ നാക്ക് ഇത്തിരി കൂടല, അത് ഒതുക്കണമെന്നൊക്കെ ഇവള് തറുതല പറയുന്നല്ലാതെ ഇതുവരെ അത് അനുസരിച്ചിട്ടില്ല. അല്ല, വേണു വീട്ടിൽ ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചു വിട്ടേക്കെന്ന് ചോദിക്കുകയാണ്. വേണുവിന് ഉത്തരം മുട്ടി. പെട്ടെന്ന് വേണു പറഞ്ഞു, അതെ, എന്റെ മോൾക്ക് നല്ല സ്വഭാവം തന്നെയാ, അത് മാറ്റേണ്ടൊന്നും ഇല്ലെന്ന് പറയാ. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വേണു, മറ്റുള്ളവർ കൂടെ അത് തോന്നണ്ടേന്ന് ചോദിക്കുകയാണ്. വേണു പറഞ്ഞു, ഇത് ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാരും ഇപ്പോഴും അവൾക്ക് സൈഡ് അല്ലേന്ന് ചോദിക്കുകയാണ് ആ നന്ദു എന്ന് പറയുന്നവൾക്ക്. മുത്തശ്ശി പറഞ്ഞു, ന്യായം എവിടെയാണ് ഞങ്ങൾ അവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറയാം. ഓഹോ, അപ്പൊ ഇപ്പൊ ന്യായവും അന്യായങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ അതല്ലേന്ന് ചോദിക്കണം. എന്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ദേ ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കയറ്റാനല്ലേന്ന് ചോദിക്കും. മുത്തശ്ശൻ പറഞ്ഞു, ദേ വീട്ടിൽ വന്നിട്ട് അനാവശ്യം പറയരുത് കേട്ടോ. വേണു പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്താ മൂർത്തി സാറെ തെറ്റിരിക്കുന്നത്, ശരിയായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിക്കുക. എന്റെ മോൾക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, നിങ്ങൾ ആര് സമാധാനം പറയുമെന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, ഒന്നും സംഭവിച്ചു പോയില്ലല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ലെന്ന് പറയാം. ആ സമയം വേണു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ മോൾ ഇവിടെ താമസിക്കണം വേണ്ടി ഞാനാ തീരുമാനിക്കണമെന്ന് പറയാം. ആണോ, അങ്ങനെയുണ്ട്, കാര്യം ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ മോളെയും കൊണ്ട് പോയിക്കോ. അവളെ ഇനിയിപ്പോ ഇവിടെ വേണം ഞാൻ ഒരു നിർബന്ധവും ഇല്ല. കാരണം അവൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾ മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പണ്ടത്തെ സ്വഭാവം കൊണ്ടാ നിൽക്കാനാ ഇതെങ്കിൽ അവൾ ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആരും പറയത്തില്ല എന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനാമയെ നിൽക്കണം. അനാമയ്ക്ക് മനസ്സിലായി ഇവിടെ വാശി ഇട്ടെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തകരാൻ പോകുന്ന തന്റെ ജീവിതമാണ്, തനിക്ക് കിട്ടേണ്ട സ്വത്തൊന്നും കിട്ടത്തില്ലെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.